excited. How do you say rain? Maya. Maya. ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതാണ് മെക്സിക്കോ ബ്യൂട്ടി ക്വീൻ എ ഡേ വിത്ത് സേജ്. അപ്പോൾ ആളുടെ നെയിം സേജ് എന്നാണ്. മെക്സിക്കോയിലാണ് ആളുടെ നേറ്റീവ് പ്ലേസ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തി, നമ്മുടെ വീട്ടിലോട്ട് എങ്ങനെ വന്നു, അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അത് ഇയാൾ വന്നിട്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന ആളായിരുന്നു. അങ്ങനെ കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിന് വേണ്ടിയിട്ടായിരുന്നു ഹെന്ന വേണമെന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് മൂപ്പർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയത് കാരണം അതങ്ങനെ ഡിലേ ചെയ്തു. അങ്ങനെ മാരേജിനും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഭയങ്കര ക്ലോസ്ഡ്, എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളൊക്കെ നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു കുഞ്ഞ് അനിയത്തിനെ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം എന്നെക്കാളും എത്രയോ വയസ്സ് ചെറുതായിരുന്നു ആൾ. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. കുട്ടികൾക്ക് സേജിനോടായാലും ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പറയാണ് പോകുമ്പോൾ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് കളരിയൊക്കെ കാണിച്ചു കൊടുക്കാൻ പോയി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം അവിടെയും മൂപ്പര് യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലോ. പക്ഷേ അവിടെ പ്രാക്ടീസ് അന്ന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെഹന്തി ഒക്കെ ഇട്ടെടുത്ത ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈമാണ് ആൾ മെഹന്തി ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സേജിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കുട്ടികളായാലും ഞാനായാലും ഒക്കെ ഹാപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ആൽബമൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കല്യാണത്തിന് മുന്നേ ഉള്ള ഓരോരോ ചടങ്ങുകളൊക്കെ കണ്ടപ്പോൾ പറയാണ് എനിക്ക് ഇന്ത്യൻ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള 2-3 ഗിഫ്റ്റും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ എന്താ പറയുക, അങ്ങനെ മറക്കേയില്ല, മെമ്മറബിൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾ അങ്ങോട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യണേ.